അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. മാക്സിമം ഒരു ബീറ്ററിനെ യൂസ് ചെയ്യുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്താനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 4 മിനിറ്റോ 5 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമുക്ക് പാൽ ആഡ് ചെയ്തിട്ട് ഈ കോഫി ക്രീം ജസ്റ്റ് ഒന്ന് ടോപ്പ് ചെയ്താൽ മതി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ഷെഫ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഷെയർ ചെയ്ത സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കണ്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും നമ്മളെ ചാനലൊന്ന് കയറി നോക്കുക. നമ്മൾ അതെല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും നമ്മളതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഡാൽഗോണ കോഫിയാണ്. അതായത് ഒരു കാലത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാമായിരിക്കും. പക്ഷേ ഞാൻ കുറേ നാളോട് ട്രൈ ചെയ്യണമെന്ന് വെച്ചിട്ട് ഇതുവരെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് പറഞ്ഞു വെച്ചിരിക്കണ്ട, ലെറ്റ്സ് കുക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഡാൽഗോണ കോഫി വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ ഒരു കോഫി റെസിപ്പിയാണ്. അപ്പോൾ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമ്മൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം കോഫി പൗഡറാണ് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് യൂസ് ചെയ്തത്. മാക്സിമം ഇൻസ്റ്റൻറ്റ് കോഫി തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ അടുത്തെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ഏകദേശം 4 ടേബിൾ സ്പൂണോളം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരേ ക്വാണ്ടിറ്റിയിൽ തന്നെയായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് വെള്ളമാണ്. വെള്ളം ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം എടുത്തേക്കുന്നത്. ചെറിയ ചൂടുള്ള വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ലൂക്ക് വാം വാട്ടറാണ്. അപ്പോൾ ഈ മൂന്നും എപ്പോഴും ഒരേ ക്വാണ്ടിറ്റി, അതായത് 1:1 റേഷ്യോയിലാണ് നമ്മൾ എടുക്കാൻ. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. മാക്സിമം ഒരു ബീറ്ററിനെ യൂസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കും നമ്മൾ കോഫി നല്ല ക്രീമായി വരാനായിട്ട്. നമ്മുടെ ബീറ്റർ യൂസ് ചെയ്തിട്ട് പോലും ഏകദേശം ഒരു 4-5 മിനിറ്റോളം നമുക്ക് ഏകദേശം ടൈം എടുത്തു നല്ല ക്രീമി ആയിട്ട് വരാനായിട്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണാമായിരിക്കും. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്താനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 4 മിനിറ്റോ 5 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഡാൽഗോണ കോഫിയുടെ പണി ഏകദേശം 3/4 ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമുക്ക് പാൽ ആഡ് ചെയ്തിട്ട് ഈ കോഫി ക്രീം ജസ്റ്റ് ഒന്ന് ടോപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ നോർമലി തണുത്ത പാലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറിയ പാൽ യൂസ് ചെയ്യാം, നല്ല രീതിയിൽ തണുപ്പിച്ചിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാലിൽ എക്സ്ട്രാ ഐസൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഐസ് ആഡ് ചെയ്തിട്ടില്ല, പാൽ തണുപ്പുള്ളതുകൊണ്ട് അത് തന്നെയാണ് യൂസ് ചെയ്തത്. കാരണം നല്ല തണുപ്പില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോഫി ക്രീം ഡിപ്പായി പോവും. അതുകൊണ്ടാണ് നമ്മൾ പ്രസൻറ്റേഷനിലൊരു ഭംഗി കാണത്തില്ല. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഗാർണിഷ് വയ്ക്കുന്നുവെങ്കിൽ, അതായത് ജസ്റ്റ് ഒരു സ്പ്രിംഗ്ലിങ് ഷുഗേഴ്സ് എന്തെങ്കിലും ഇടണമെങ്കിൽ ഇടാം. അതൊക്കെ നിങ്ങൾ ഓപ്ഷനിലാണ്. പിന്നെ എക്സ്ട്രാ ഷുഗർ വേണമെങ്കിൽ പാലിൽ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. വെറും 10 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും മറക്കാതെ കമൻറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഷെയർ ചെയ്തത് നമ്മുടെ ഡാൽഗോണ കോഫിയുടെ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ആയിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് ഫോളോ ചെയ്യുക. നമ്മൾ ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ചാനലിൽ വരും ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ വീഡിയോസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് സ്മൂത്തി റെസിപ്പീസ്, അതുപോലെ തന്നെ കുറച്ച് റിഫ്രഷിങ് ഡ്രിങ്കൊക്കെ ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലെല്ലാം മറക്കാവുന്ന കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ക്യാമറ നന്ദൂരോടൊപ്പം ഇറ്റ്സ് മീ ആകാശ് സൈനിങ് ഓഫ്.